എൻ്റെ ദൈവമേ, നാളെയാണ് നാളെ എങ്ങടാ ഇന്നാണ്. വിലാഷേ വിലാഷേ, മോനെ നിനക്ക് ഞാൻ കഴിഞ്ഞ ലോട്ടറി തന്നില്ല കവല വെച്ച്, അതിൽ എടുത്തോണ്ട് ഓടിച്ചില്ലേ? എപ്പോഴാണ് ഞാൻ ലോട്ടറി എടുത്തത്? എൻ്റെ പൊന്നെ അഭിലാഷ്, നീ ആ ലോട്ടറി പോയി എടുത്തോണ്ട് പോകാൻ നീ നിനക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കവല വെച്ച് തന്നല്ലേ, ഞാൻ എടുത്തോണ്ട് ഓടിപ്പാടാ. നീ രാവിലെ കള്ളാണോ? എൻ്റെ പൊന്നട, നീ ഈ പത്രവും കാപ്പി ഒക്കെ പറ്റി എൻ്റെ പൊന്നു മോനെ ഒന്ന് പോയി എടുത്തോണ്ട് പോകാൻ ഓടിച്ചില്ലേ കുഞ്ഞു കളിക്കാതെ. ഇവനോട് ഞാൻ എപ്പോഴാണ് ലോട്ടറി ഒന്ന് ഓടിച്ചല്ലേ എൻ്റെ അവരുടെ, നീ ഇവനോടൊക്കെ പറയുമെന്ന് പറയേണ്ടത് ഇന്നത്തോടെ എല്ലാം ശരിയാവും. നീ പന്നച്ചായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നു. ഇതൊക്കെ മാറൂടാ, മാറാതെ ഇവിടെ പോവാനാ. എടാ ബാലുവേ, എന്നാടാ എടാ ഞാൻ എപ്പോഴാണ് നിന്റെ ലോട്ടറി എടുത്തേ? പക്ഷെ എൻ്റെ പൊന്നേടാ, നീ കുഞ്ഞു കളിക്കാതെ എൻ്റെ അഭിലാഷം, നീ പോയി തപ്പി എടുത്തിട്ട് വന്നേടാ. നീ പെരക്കാതെ പോയി തപ്പിക്കോ ഒന്നും കൂടെ. ഞാൻ ഓർക്കുന്നില്ല. എടാ അങ്ങനെ നീ എന്നതാ ഈ പറയുന്നത് എൻ്റെ പൊന്നുമോനെ? നീ ഒന്നര തപ്പട സാധനം കിട്ടുമെന്ന്. എത്രയാടി? 5000 ആണോ 2000 ആണോ? എടാ 2000 5000? എടാ 2000 5000 ആണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് തള്ളി എടുത്തുകൊണ്ട് വരേണ്ട വല്ല കാര്യമുള്ള കാര്യമാണോ? ഒന്നും രണ്ടും അല്ല, 6 കോടി 6 കോടി. 6 കോടിയോ? എടാ തമാശല്ല, 6 കോടി. എടാ പറഞ്ഞ് നീ വിശ്രമിക്കാൻ പോണി, നീ എഴുന്നേറ്റ് അങ്ങോട്ട് എൻ്റെ പൊന്നെ അഭിലാഷ, പോയി തപ്പടാ എഴുന്നേറ്റ്. 6 കോടി 6 കോടി നീ ചെല്ലേ, ഞങ്ങളാദ്യം പറഞ്ഞാണ് 12 6 കോടി ഓടിച്ചല്ലേ. കിട്ടിയോടാ? എവിടെ? കിട്ടിയില്ല. ഞാൻ ചെയ്യും എന്റെ കയ്യിലില്ല സാധനം. 6 കോടി നിന്റെ ഇല്ലേ? 6 കോടി എന്റെ കയ്യിലില്ല. നിന്റെ ഇല്ലേ? എന്റെ നീ തോലച്ച് കൊണ്ട് എടാ, നീ അത് ഏത് പൂത്തിനകത്ത് കൊണ്ട് വെച്ച കളഞ്ഞു എൻ്റെ പൊന്നുമോൻ അവരാണ്. നീ ഒന്നൊന്ന് ആലോചിച്ചാടാ എൻ്റെ കുഞ്ഞെ, ഉണ്ടോടാ? അത് നോക്കിയേ, ഗുണം വരുത്തിയല്ലേ? എടാ പറഞ്ഞിട്ട് കേട്ടോ, നിനക്ക് യോഗമില്ലടാ. എൻ്റെ കമ്മീഷനും പോയി അത് കിട്ടുകാരൻ ഞാൻ ആരായിട്ട് ഉണ്ടാക്കാൻ. ബാക്കി പൈസ ബാലൻസ് വെക്കാനുള്ള എന്റെ പൊന്നി ചേച്ചി, നിങ്ങളുടെ കെട്ടിയാൻ കഴിഞ്ഞ ദിവസം എന്റെ ടിക്കറ്റ് എടുത്ത് അതിന് 6 കോടി രൂപ പ്രൈസ് ഉണ്ട്. 6 കോടി രൂപ അറിയാവോ? 6 കോടി രൂപ ഇപ്പോൾ ഉണ്ടല്ലോ. ആ ടിക്കറ്റ് ഇവന്റെ ഇല്ലെന്ന്. എങ്ങനെ ഇരിക്കുന്നു? എന്റെ ദൈവമേ, നിങ്ങൾ അത് എന്നെ വർത്താനോ മനുഷ്യ പറയുന്നത്? എന്തേ ടിക്കറ്റ്? എന്റെ ദൈവമേ, 1-2 രൂപ വല്ലതും ആണോ? 6 കോടി എന്തേ? നിന്റെ മനസ്സിൽ കേട്ടോ, ഞാൻ ഇവിടെ പരിക്കാത്ത തെറ്റി വെച്ചേക്കാണ്. അത് പോയി ഇവൻ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തു കാണും ഇവനെ തോന്നുന്നു. എന്റെ ദൈവമേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള, നിങ്ങൾ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തോ മനുഷ്യ? ഓർത്തേ എടുത്ത് കൊടുത്തോ എല്ലാവർക്കും? അത് സുമേഷിന്റെ നിക്കറിനകത്താ. ചെയ്യാനാ ആൾക്കാരെ ഗ്ലാസ് കുഞ്ഞിട്ടാ കുടിച്ച ഗ്ലാസ് കുഞ്ഞിട്ടാ. നിങ്ങൾ രണ്ടോടി കളവും പഴവും പറഞ്ഞ് അടിക്കുവല്ലേ? ഞാനത് നമുക്കില്ലേ തരാടാ. നീ എങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ എന്നാ ചെയ്യാനാ? ഒരുത്തൻ അവന്റെ എണ്ണം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കൊതിക്കണക്ക് പറയുന്നേ. എടാ കടവും പോലൊക്കെ എല്ലാവരും ഉണ്ട്. ഇവൻ എന്നെ ഒന്ന് കൊടുക്കുന്നേ. ഇത് ബമ്പറാ. 6 കോടി. നീ ഇത് വെച്ചോ. നീ ഒന്നും തരട്ടെ. നീ വല്ലപ്പോഴും സ്ഥലം കള്ളു വാങ്ങിച്ചിരുന്ന നിങ്ങൾ അതുകൊണ്ട് കൊണ്ടുപോകും. ഞാൻ ഇവിടെ ചിന്തിക്കട്ടെ. മയില് ഓണം ബമ്പർ ഇതുപോലെ അടിക്കുന്ന സാധനം വല്ല ഓണം ബമ്പർ, നിക്കർ ബമ്പർ. ഞാൻ ടിക്കറ്റ് വേണ്ട വരുന്നുള്ളൂ. അതില്ലാതെ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. എന്നാടാ രണ്ടുകൂടെ രാവിലെ? ഒന്നുമില്ലടാ. എന്നാലും എന്നാ കള്ളത്തരം മോത്തിരണ്ടില്. എടാ കഴിഞ്ഞ ദിവസം നിന്റെ ഒരു സാധനം തന്നില്ലേ? എപ്പം? എടാ അന്ന് നമ്മൾ കള്ളടിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ഒരു സാധനം തന്നില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ അത് മേടിച്ച് നിന്റെ നിക്കറിന്റെ പോക്കറ്റ് ഇട്ടു. ആ നിക്കറാണെന്ന് സംശയമുണ്ട്. നീ നോക്കട്ടെ, ചിലപ്പോ കാണുക. അതിനകത്തില്ല. അത് പിന്നെ അവൻ എടുത്തു വെച്ചിട്ടുണ്ടാ. പിന്നെ അവിടാ
ഓടിക്കും. വേണ്ട അവന്റെ ബമ്പർ മായി നിനക്ക് വേണടാ ഇത്. നീ അടിക്കെടുത്തു, അടിക്കുകയാണെങ്കിൽ എടുത്തു. ചുമ്മാ പൈസക്ക് മുഴുവൻ ലോട്ട് എടുക്കുക. നീ വരുന്നുണ്ടോ? അടിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാക്കല്ലേ. ആ കിട്ടുവാണെ പകുതി ഇരിക്കാൻ അവന്റെ ഓരോ കാലം. എടാ അവൻ്റെ ആണെങ്കിൽ മൂഞ്ചേ ഉള്ളൂ, കിട്ടുകയല്ലേ. നമ്മുടെ മൂലയിൽ ചാമിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പോയെന്ന് പറഞ്ഞാൽ അവൻ്റെ അതും കൊണ്ട് രാജ്യം വിട്ട് കാണും. മഷി ഇട്ട് നോക്കി അവനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അവനങ്ങനെ അറിഞ്ഞു കാണോടാ അടിച്ച കാര്യം. ഈ അടിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടില്ലെന്നുണ്ടല്ലോ, നൈസായിട്ട് അവനെ വിളിച്ച് വരുത്തുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. മനസ്സിലായോ? ഷാജി എന്നെ വീട്ടിൽ കയറ്റത്തില്ല. എടാ അവൻ എങ്ങനെ അറിയുന്നുണ്ട്, നമുക്ക് അത് മേടിക്കണ്ടേ? എങ്ങനെ ഞാൻ പറയാം, എങ്ങനെയായാലും നൈസായിട്ട് അവനെ വിളിക്കാവോ? ഇപ്പോൾ വിളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. അവനെ വിളിക്കാതിരിക്കാൻ പറ്റുകയല്ലോ. വിളി. ഹലോ. ആ ഹലോ, എന്നാടാ അഭിലാഷേ? എടാ എടാ നീ എവിടെയാടാ? ഞാൻ തെങ്ങണ വരെ പോവാടാ. എന്താടാ? സുമേഷോ? സുമേഷ് എൻ്റെ കയ്യിലൊന്നും തന്നില്ല. എടാ ഒരു ലോട്ടറി തന്നില്ലേ? ആ ലോട്ടറിയോ? അതെൻ്റെ കയ്യിലാണ്, അതെൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. ആ അതിൻ്റെ ഉണ്ടോടാ. വല്ല ഉണ്ട്. എന്നാടാ അടി വല്ലതും ഉണ്ടോ? ഓ അതിന് അടിയൊന്നുമില്ലടാ. ഓ നീ നീ എത്രയും പെട്ടെന്ന് സുമേഷിനെ വീട് വരുവാ. ഇപ്പോൾ വരാനോ? എന്തോടാ അത്യാവശ്യമാണോ? എന്നാ അടി വല്ലതും ഉണ്ടോ? നീ വാടാ, ചെറിയൊരു പരിപാടിയാ, വാ. ആ ആ അതെ വരാടാ, വരാം. എന്നാടാ അഭിലാഷേ? എന്നാ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞു. സാധനമല്ലേടാ ഞാൻ. എന്നാ സാധനം? ഓണമമ്പല ടിക്കറ്റ്, ഓണമമ്പല എന്ത് ചെയ്യണം? ഓണം ബമ്പറോ? ആ ഓണം മെമ്പർ. എടാ സുമേഷ് നിന്റെ തന്നില്ലേ? ഞാൻ മുമ്പേ വിളിച്ച് ചോദിച്ചേടാ ബമ്പർ എന്ത് ചെയ്ത്, ബമ്പർ ടിക്കറ്റ്. വൈകിട്ട് തന്നത്. എടാ അത് ഞാൻ അടി ഉണ്ടോ ചോദിച്ചപ്പോൾ നീ അടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? എടാ അത് വെറുതെ പറഞ്ഞല്ലേ, നീ അതുമായിട്ട് മുങ്ങാതിരിക്കാൻ പറഞ്ഞ. അതിന് അടി ഉണ്ടടാ. നീ ഇത് എവിടെ കൊണ്ട് കളഞ്ഞടാ? മുങ്ങണ്ടി വരും. ഇപ്പൊ എവിടെ പോയി പോകുന്ന കാര്യമാണ് നീ പറയുന്നേ? പെരുമ്പനച്ചിപ്പാലത്തിൻ്റെ അടിയിൽ പോയി മുങ്ങണ്ടി വരും. ആ അതെ വരാം. അഭിലാഷ് പാവപ്പെട്ടവരെ സഹായിക്കാൻ കൊടുത്തിട്ട് ഓട്ടോ ഞാനും നിന്നെ കൊണ്ട് കിടക്കണ്ടേ. ദൈവമേ, എടാ അവിടെ ഒന്നും മുങ്ങിയിട്ട് കാര്യമില്ല. ഒന്നാമത് പ്ലാസ്റ്റിക് കവറിനകത്ത് പോയി ടിക്കറ്റ്. ഇതിപ്പോ അങ്ങ് കടലിൽ ചെന്ന് അഭിലാഷേ രാജിയോട് ഞാൻ നാട് വിട്ടോന്ന് പറഞ്ഞേക്കണം. ഒരു ടിക്കറ്റ് കൂടെ തരട്ടേടാ.